ഫഇൻ ഖുൽത, നീ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, അതിന്റെ ബാക്കിയല്ലേ. നീ ചോദിക്കുകയാണ്, എന്താ ചോദ്യം? ഹാദാ ഇസ്തഖാമ ലക ബി അഹ്കാമിൽ ജറാഹാത്തി വൽ ഹുദൂദി വൽ ഗറാമാത്തി വഫസ്ൽ ഖുസൂമാത്തി. തർക്കം തീർക്കുക, ഗറമ്, കടബാധ്യതകള്, ഹദ്ദുകള്, പ്രതികാരം, മുറികളാക്കുക ഇത്യാദി വിധികളിൽ നിനക്ക് ലെവലായി വെട്ടിവരികയാണെങ്കിൽ ഫലാ യസ്തഖീമു ഫീമാ യസ്തമിലു അലൈഹി റബ്ബുൽ ഇബാദാത്ത്, ഇതൊക്കെ ലെവലായി വന്ന് പ്രശ്നങ്ങൾ തീർത്തു വരികയാണെങ്കിൽ, അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ ഫലാ യസ്തഖീമു ചൊവ്വായി കിട്ടൂലല്ലോ ഫീമാ ഒന്നില് യസ്തമിലു അലൈഹി, ആ ഒന്നിനെ ചുറ്റുന്നു റബ്ബുൽ ഇബാദാത്തി, ഇബാദത്തിന്റെ നാലിലൊന്ന് ചുറ്റും. ആ ഒരു വിഷയത്തിൽ ഇവനെന്താവുകയില്ല, ചൊവ്വായി വരൂലല്ലോ ഈ പറഞ്ഞാണ്. അതെന്താ? ഇബാദത്ത് സ്വയാമി വസ്വലാദ്, നിസ്കാരം, നോമ്പ്, ഇതൊക്കെ ഇബാദത്തിൽപ്പെട്ടതാണ്. ഇത് ചൊവ്വായി കിട്ടൂല. വലാ ഫീമാ യസ്തമിലു അലൈഹി റബ്ബുൽ ആദാത്ത്, റബ്ബുൽ ആദാത്ത് എന്നൊരു പരിപാടിയുണ്ട്. മുഅമലാത്തി മിനൽ ബയാനി വൽ ഹലാലി വൽ ഹറാം, ഹലാൽ എന്ത് ഹറാം എന്ത് വിശദീകരിക്കുന്ന ഇടപാടുകൾ, അതിൽ ആദാത്ത് എന്ന് പറയും. സാധാ നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ റബ്ബ് ഒന്ന്. അപ്പോ അതിലൊന്ന് നാലിലൊന്ന് അതിന്റെ ചുറ്റും. ആ വിഷയത്തിലും ഈ പറഞ്ഞ പണ്ഡിതൻ ചൊവ്വായി കിട്ടൂലല്ലോ എന്ന് പറയാൻ നിനക്ക്. അങ്ങനെ വരുമ്പോൾ പായലം, നീ അറിയണോ, അന്ന അക്രമായ യതകല്ലമുൽ ഫഖീഹു, ഒരു സംസാരിക്കുന്ന ഫഖീഹ്, അയാൾ സംസാരിക്കുന്ന ഒന്ന്, അതിലേറ്റവും അടുത്തതെന്താ? അതെന്തിനാലാണ്? മിനൽ അഅ്മാലി, കർമ്മങ്ങളാൽ, അല്ലത്തി, എങ്ങനത്തെ കർമ്മം, ഹിയ, അത് അഅ്മാൽ ആഖിറത്തി, ആഖിറത്തിലേക്കുള്ള കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ പണ്ഡിതൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പണ്ഡിതൻ ഫഖീഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും അടുത്തത് അതെന്തായിരിക്കും? സലാസത്തുൻ, മൂന്നാണ് ഉണ്ടാവുക. ഒന്ന് ഇസ്ലാം, 2 സ്വലാത്ത്, 3 സക്കാത്ത്, പിന്നെ വൽ ഹലാൽ ഹറാം. ഇതാണ് കൂട്ടി പറയാം. ഇങ്ങനെ ഉണ്ടാകുള്ളൂ. ഇതല്ലേ ഒരു പണ്ഡിതൻ സംസാരിക്കുക ആഖിറത്തിന്റെ 3 കാര്യപ്പെട്ട. ഇത് 3 ശരിയായി കിട്ടേണ്ടത്. അപ്പോ വൈദാ തഅമ്മൽത, നീ ചിന്തിച്ചാൽ, മുന്തഹ നളിൽ ഫഖീഹ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പണ്ഡിതന്റെ ആലോചിച്ച നോട്ടത്തിന്റെ അറ്റം നീ ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, അരിംത, നിനക്കറിയാൻ കഴിയും, അന്നഹു ലാ യുജാവിസു ഹുദൂദ ദുനിയ അലൽ ആഖിറത്തി, ഇദ്ദേഹം ദുനിയാവിന്റെ അതിർത്തി വിട്ട് ആഖിറത്തിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം നടത്താൻ കഴിയും. വിട്ടുകടക്കൂല, ആഖിറത്തിലേക്ക് വിട്ടുകടക്കാത്ത രൂപത്തിൽ അതൊക്കെ അറിയാൻ കഴിയും. വൈദാറബ്തി സലാസത്തി, ഈ 3 കാര്യം നമ്മൾ പറഞ്ഞു. ഈ 3 കാര്യത്തിൽ ഒന്നെങ്ങാനും നീ മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ അദ്ദേഹം ഈ 3 കാര്യത്തിൽ ഇയാളെ പറ്റി അറിഞ്ഞാൽ അദ്ദേഹം ഈ വൈരിക അൽഹറു, ഈ 3 കാര്യം അല്ലാത്ത കാര്യത്തിൽ അത് ഏറ്റവും വ്യക്തമായ ഒരാളാണ് നിനക്കറിയാൻ കഴിയും. ഇതിലാളെ പറ്റി മനസ്സിലാക്കുകയാണ്, ഇതല്ലാത്തതിൽ വ്യക്തമായ ഒരാളായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഒരു പണ്ഡിതന്റെ സംസാരം മുഖറവിയ സംസാരം ആണെങ്കിൽ ബുദ്ധിമുട്ടല്ല. നോക്കുക, അമ്മൽ ഇസ്ലാമു, അപ്പോഴും ഇസ്ലാമിന്റെ കാര്യം, നാശമുണ്ടാക്കുന്നതിലും ശരിയായി വരുന്ന ഒന്നിലും ഒരു പണ്ഡിതൻ സംസാരിക്കുന്നു. സുറൂത്തി, അതിന് നിബന്ധന സംസാരിക്കുന്നു. ആ വിഷയത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല. ഇല്ല ലിസാൻ, ഭാഷ എന്താണോ ആ ഭാഷയുടെ ഇതിലേക്കല്ലാതെ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നോക്കണമില്ല. ഇതാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം ബാക്കി സംസാരിക്കുക, അതിൽ ശരിയായി വന്നതെന്ത്, ഫസാദ് എന്താ, അതിന്റെ ശർത്തം എന്താ എന്നൊക്കെ നോക്കും. അല്ലാതെ നാവിലേക്ക് നോക്കി ഭാഷ വന്ന് പറയുന്നതിനുണ്ടാവില്ല. അപ്പൊ ഭാഷ നോക്കി സംസാരിക്കുക, അതാണ് മര്യാദ. ഇത് നല്ലൊരു പ്രവണതയല്ലോ. അങ്ങനെ സംസാരിക്കുന്നവരെങ്കിൽ ഇസ്ലാമികമായിട്ട് ദീനിൽപ്പെട്ടതാന്ന് പറയാൻ പറ്റുമോ? എന്താണ് ചോദ്യം തന്നെ. പിന്നുള്ള അമ്മൽ ഖൽബ്, ഹൃദയം, വിലായത്തിൽ ഫഖീഹ്, അത് ഫിഖ്ഹിന്റെ അധികാരത്തെ തൊട്ട് പോലും പുറത്താണ് നിൽക്കുന്നത്. ഫിഖ്ഹിന്റെ അവകാശം വരുന്നില്ല. എന്താ വരാത്തത്?
വബി ശുറൂത്തിഹി, അതിന്റെ ഷർത്തുകളും. അല്ല, അത് വേറെ. അമ്മൽ കൽബു, അപ്പോൾ കൽബ് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഖാരിൻ അൻ വിലായത്തിൽ ഫഖീഹ്, അത് ഫഖീഹിന്റെ അധികാരത്തോട്ട് പുറത്താണ്. ഫഖീഹ് അത് കഴിയില്ല, അത് ഉള്ളിലുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ലി അസ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബാബ സയ്യൂഫി വസ്സുൽത്തനത്തി അൻഹു, വാളിന്റെ ഉടമസ്ഥന്മാർ, വാളുള്ളവർ, അതുപോലെ അധികാരമുള്ളവർ, ഇവരൊക്കെ റസൂലുള്ളാഹി വെടിഞ്ഞിട്ടുണ്ടല്ലോ. അൻഹു, ആ കൽബിനെ തൊട്ട് വെടിഞ്ഞിട്ടുണ്ട്. ഓൽക്ക് അതിനൊന്നും കഴിയൂല, ഓൽക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെയാണ് അപ്പോ നോക്കാലോ, ഹൈസുകാല വെടിഞ്ഞ കാലം നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുക്കാക്കളെ അധികാരമില്ലാത്ത വർത്താനം പറയാണ്. അവ അധികാരമില്ലാത്ത രീതി പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹല്ലാ സഖഖത അൻ ഖൽബിഹി, ഒരാളെ കൊന്നു കളഞ്ഞതാണ്. അയാൾ വാസ്തവത്തിൽ ആയാലെന്ന് പറഞ്ഞിട്ടും കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, നീ അവന്റെ ഹൃദയം കീറി നോക്കിയിട്ടുണ്ടോന്ന്. ലില്ലതി, ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തൻ? ഖതല, ഒരുത്തനോട് അനുഗ്രഹത്തിൽ പറയണത്. ഖതല, അദ്ദേഹം കൊന്നിരിക്കുന്നു. മന്തക്കല്ല ബി കലിമത്തിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ വചനം കൊണ്ട് അയാൾ മൊഴിഞ്ഞിട്ടുണ്ട്. അയാളെയാണ് ഇവൻ കൊന്നത്. മുഅ്തദിറൻ ബി അന്നഹു ഖാല ദാലിക മിൻ ഖൗഫി സയ്യിദ്, എന്തുകൊണ്ട് മുഅ്തദിറൻ, കാരണമുള്ളവനായി. എന്ത്? ബി അന്നഹു, നിശ്ചയമായിട്ടും ഖാല ദാലിക മിൻ ഖൗഫി സയ്യിദ്, അങ്ങനെ ആ പറഞ്ഞ വിഷയം എന്താണ്? ഖൗഫ്, വാളിന്റെ പേടി. ആ വാളുള്ള പേടി എന്താണോ അതിനാലാണ് മുമ്പ് സംസാരിച്ചത്. അങ്ങനെയുള്ള കാരണം പടച്ചോ. അപ്പൊ പറഞ്ഞെന്താ? ഞാൻ കൊന്നത് ഈ വാളിന് ആൾ പേടിച്ചിട്ടാ. അത് ശരിക്കും സാധുവിനോ ചൊല്ലിയിട്ടില്ല, വാള് കണ്ട് പേടിച്ചു. അങ്ങനെ പേടിച്ചത് കൊണ്ടാണ് ഞാൻ ആള് വെട്ടിയത്. ആ നിലക്കാൽ കരീം സാദ് പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ്. അങ്ങനെ കൊന്ന ആളോട് നബിന്റെ ചോദ്യം, നീ അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ? അപ്പൊ എന്താ അർത്ഥം? ഹൃദയത്തിലുള്ള കാര്യം ചർച്ച ചെയ്യാൻ നമുക്ക് അവകാശമല്ല. ബൽ യഹ്കുമുൽ ഫഖീഹു സിഹത്തിൽ ഇസ്ലാം തഅസവില്ലി സുയൂഫ്, ആ പണ്ഡിതന് ഏറ്റവും പറയുന്നല്ലേ ബന്ധം, വാളിന്റെ നിയരിന്റെ അടിഭാഗത്തിൽ ഇസ്ലാമിന്റെ സിഹത്തുണ്ട് എന്ന് ഫഖീഹ് വിധിക്കും. ആ ഫഖീഹ് വിധിക്കാൻ വേണ്ട കാര്യം, ഇസ്ലാമിന് ശരിയായ കാര്യം, അത് വാളിന്റെ അടിഭാഗത്ത് നിൽക്കുന്ന, നിയല് നിൽക്കുന്ന ഇസ്ലാമിന്റെ പരിഹാരം എന്താ ചോദിക്കും. എന്തോടുകൂടെ ലം യക്ഷ്മിലുഹു അൻ നിയ്യത്തി, വാള് എന്ന് പറയുന്ന സാധനം അവന്റെ മനസ്സിന്റെ നിയ്യത്ത് എന്താണോ അത് അവന് വെളിവായി കൊടുക്കുമോ? ഇല്ല. ഫലം യദ്ഫഅൻ ഖൽബി, അവന്റെ ഹൃദയത്തെ തൊട്ട് തടുക്കൂല. ഇശാവത്തൽ ജഹിലി ഉൽ ഹിയറ, പരിഭ്രമം, വിവരക്കേട്, ഇതാകെ പൊതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊതിഞ്ഞ കാര്യമൊന്നും അവന്റെ കൽബിനെ തൊട്ടും നീങ്ങിപ്പോകൂല. വലാകിന്നഹു മുശർറബുൻ മുശീറുൻ അലാ സാഹിബി സൈഫ്, എങ്കിലും അദ്ദേഹം വാളുടയവന്റെ മേൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. കാരണം വഇന്ന സൈഫ മുംതദ്ദുൻ ഇലാ റഖബതി, സൈഫ് നീണ്ടു നിൽക്കുന്നതാണ് തന്റെ കൂട്ടുകാരനെ കൊല്ലെ. പിന്നെ വൽ യദു മുംതദ്ദത്തുൻ മാലി, കൈ അവന്റെ സ്വഭാവത്തിലേക്ക് നീണ്ടുപോകും. അപ്പൊ കൈ നീണ്ടുപോകുന്നത് അവന്റെ സമ്പത്തിലേക്കാണ് നീണ്ടുപോകുന്നത്. അങ്ങനെയാണ്, ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോ ഇത് മനസ്സിലാക്കാൻ നോക്കിക്കോ. എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വിധിക്കുന്നു പറയുമ്പോൾ കൂടെ പറയട്ടെ, അദ്ദേഹം മനസ്സിലാക്കിയത് വാള് ലം യക്ഷ്ഫിലുവാൻ നീയത്തി, അവൻ നീയത്തിനെ തൊട്ട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ഫലം യദ്ഫഅൻ ഖൽബി ഉസാവത്തുൽ ജഹ്ലി വൽ ഹിയറ, പരിഭ്രമം, അതുപോലെ വിഡ്ഢിത്തം എന്നിവയുള്ള ആ മൂടി ആ കുട്ടിന്റെ കൽബിനെ, അത് അദ്ദേഹത്തിന്റെ കൽബിനെ തൊട്ട് തടുത്തിട്ടുമില്ല. അല്ലെ? പരിഭ്രമം മൂടി, വിവരക്കോടും ആകെ മൂടിയിട്ടുണ്ട്. ആ മൂടി അദ്ദേഹത്തിന്റെ കൽബിനെ തൊട്ട് തടുത്തിട്ടുമില്ല. വലാകിന്നഹു മുശീർ അലാ സാഹിബി സൈഫ്, എങ്കിലും അയാൾ വാളിന്റെ ഉടമസ്ഥനെ നീട്ടിക്കൊണ്ട് പറയാണ്. കാരണം വഇന്ന സൈഫ മുംതദ്ദുൻ ഇലാ റഖബതി, വാള് അവന്റെ പെരടിയിലേക്ക് നീണ്ടിട്ടുണ്ട്. വൽയദു മുംതദ്ദത്തുൻ ഇലാ മാലി, കരം തന്റെ സമ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. വാദൽ കെലിമു,
വഹാദിൽ കലിമത്തു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറഞ്ഞത് തഹ്സിമു, നാവ് കൊണ്ട്. അതായത് ഇപ്പൊ കൊന്നു കളഞ്ഞില്ലേ, ആ കൊന്ന ആളെ പറ്റി അയാൾ എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല. അപ്പൊ വാള് കയ്യിലുണ്ടായിട്ട് ആ വാള് കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അരിയത്ത് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പറയുന്നത്. അപ്പൊ വാളും അങ്ങനെ കഴുത്തിലേക്ക് നീണ്ടു, കൈ സമ്പത്തിലേക്ക് നീണ്ടു. അപ്പൊ ഈ പറഞ്ഞ വാക്ക് നാവ് കൊണ്ട് പറഞ്ഞാൽ അവന്റെ സമ്പത്തും അവന്റെ ദേഹവും അവൻ കാക്കും. അങ്ങനെയാണ് കലിമത്ത്. മാതാമത്തിലകു റക്കബത്വമാണ്, സമ്പത്തും അതുപോലെ ഈ പറഞ്ഞ അടിമയെല്ലാവരും ഉണ്ടെങ്കിൽ ഉള്ള കാലത്തോളം ഇങ്ങനെ. വദാലിക്കാത് ഫിദ്ദുനിയ, ദുനിയാവുള്ള കാര്യമാണ്. വലുതാലിക്കാത് കൊണ്ടല്ലേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞല്ലോ എന്ത്, ഉമിർതു അൻ ഉഖാതിലന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇദാ ഖാലുഹ ഫഖദ് അസമു മിന്നി ദിമാഅഹും വഅംവാലഹും. ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അതുവരെ എന്ന്. അതൊരു പറഞ്ഞു കഴിയുകയാണെങ്കിൽ അവർ അത് അസമു മിന്നി, അവർ എന്നെ തൊട്ട് കാവൽ തേടി, എന്നെ തൊട്ട് അഭയത്തിലായി. ദിമാഅഹും വഅംവാലും, അവരുടെ സമ്പത്തുകളും അതുപോലെ അവരുടെ രക്തങ്ങളും എന്തായി, ഈ പറയുന്ന എന്നെ തൊട്ട് കാക്കപ്പെട്ടു എന്ന്. അപ്പൊ അവർ കാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടല്ലേ, അതീ വെട്ടുമല്ലോ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളെ പറഞ്ഞു വെട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആവേണ്ടത് അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആള് വാളുകൊണ്ട് തെരഞ്ഞിട്ടില്ല, മറ്റേല്ലാം പറയണ കാര്യമല്ല. അയാൾ ചെയ്യേണ്ടതായിരുന്നു, അയാൾ ചെയ്യേണ്ട പണി ആ ചോദ്യം നടത്തലുമായിരുന്നു എന്ന് അതിന് മനസ്സിലാക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെ ചെയ്യണം. അല്ലാതെ വാളെടുത്തുകൊണ്ട് വെട്ടിയ തുമ്പില്ലാതൊക്കെയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ വെട്ടാൻ പാടില്ലോ. അപ്പൊ വാളുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ അളക്കാൻ കഴിയില്ല, അതാ പറഞ്ഞു. ജാല അസർ താലിക്ക് ദമി വൽമാൽ, അങ്ങനെ ആ രക്തത്തിന്റെ അല്ല അതിന്റെ അസർ ജാല നബിതങ്ങളാക്കിയത് അസർ താലിക്ക, ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഫലം ഈ ദമി വൽമാലി, സമ്പത്തിലും അതുപോലെ തന്നെ രക്തത്തിലും ആക്കി. അതിന് വിലണ്ടല്ലോ. അങ്ങനെയാണ് ദുന്യാവില ചെയ്തത്. അപ്പൊ നബി അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാറില്ല. അമ്മല്ലാഹത്തു, അപ്പോൾ ആഹ്റം ആ തമ്പോൾ വീഹ അല്ലവാൽ, ആഹ്റത്തിന്റെ കാര്യത്തിലൊന്നും സമ്പത്ത് ഉപകരിക്കൂല. ബൽ പിന്നെയോ അൻവാറു ഖുലൂബി, ഹൃദയത്തിന്റെ പ്രഭകള്, അസ്റാറുക അതിന്റെ സിറുകള്, ഹിലാസുക അതിന്റെ ആത്മാർത്ഥതകൾ, അങ്ങനെ സംഭവിക്കുള്ളൂ. വലൈസ ദാലിക മിൻ ഫന്നിൽ ഫിഖ്, ഇതൊന്നും ഫിഖിന്റെ ചർച്ചയിൽ വരുന്ന ഒന്നല്ല. വഇൻ ഖാലൽ ഫഖീഹ് ഫീഹി, അഥവാ ഇനി ഈ പറയുന്ന ഫിഖിന്റെ കാര്യത്തിൽ പണ്ഡിതൻ വളരെ ആഴത്തിൽ ചിന്തിച്ചു പോയാൽ, കമാലോ ഖാല ഇൽമുൽ കലാമി വത്തിബ്ബി, ഇൽമുൽ കലാമിലും തിബ്ബിലും എന്താവുക, പ്രവേശിക്കുക. അപ്പൊ കാന ഖാരിജൻ, എത്തരത്തിൽ അതെന്താണ് ഈ പറയുന്നത്, ദീനിനെ തൊട്ട് പുറത്തല്ലേ ആണല്ലോ. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടത്, വാളെടുത്ത് വെട്ടുപോകുമ്പോ പറയാം ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവന് വിട്ടുകൊടുത്തോളുന്നതാണ്. പിന്നെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് വകുപ്പുകൾ.